ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പീച്ചിങ്ങയും ഉണക്കച്ചെമ്മീനും ചേർത്തുള്ള നല്ലൊരു ടേസ്റ്റിയായ തോരനാണ്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 പീച്ചിങ്ങയാണ്. അതിന്റെ മുകളിലത്തെ തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നതാണ് ഇത്. അതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് അതിന്റെ ഉപ്പെല്ലാം കളഞ്ഞതിന് ശേഷം ഞെക്കി പിഴിഞ്ഞ് എടുത്തേക്കുന്നതാണ് ഇത്. എന്നാലും ഇതിലെ കുറച്ച് ഉപ്പ് കാണും. അതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ നോക്കാം. ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. അത് ക്രഷ് ചെയ്യുകയൊന്നും വേണ്ട, ഇതുപോലെ തന്നെ അതിൽ ചേർത്ത് കൊടുക്കാനാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 2 സവോള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, 4 വെളുത്തുള്ളിയാണ് നീളത്തിൽ അരിഞ്ഞെടുത്തേക്കുന്നത്. പച്ചമുളക് ആവശ്യത്തിന്. ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് അതുണ്ടാക്കാൻ വേണ്ടത്. അതിന് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 3 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. അതും ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നല്ലതായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് വീണ്ടും നല്ലതായിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇത് ഒത്തിരി വഴന്നു പോകേണ്ട ആവശ്യമില്ല. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഉണക്കച്ചെമ്മീനിൽ കുറച്ച് വെള്ളമൊക്കെ കാണും. അത് കുറച്ചൊന്ന് വറ്റാൻ വേണ്ടി നമുക്കിതിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഉണക്കച്ചെമ്മീനില് വെള്ളമൊക്കെ വറ്റുന്നിടം വരെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെമ്മീനും തേങ്ങാപ്പീരയെല്ലാം നല്ലതായിട്ട് മിക്സ് ആകുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം നല്ലതായിട്ട് വഴന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പീച്ചിങ്ങ ചേർത്ത് കൊടുക്കാം. പീച്ചിങ്ങയും ചേർത്ത് വീണ്ടും നല്ലതായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട. ചെമ്മീൻ്റെ അകത്ത് ഉപ്പുള്ളത് കാരണം തോരന് ഉപ്പ് കൂടിപ്പോവും. അത് കാരണം നമ്മൾ ഇത് നല്ലതായിട്ട് വെന്ത് തോരനായതിനു ശേഷം ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ആക്കി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു 3-4 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ പീച്ചിങ്ങയും ചെമ്മീനും കൂടെ അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. അത് വെന്തോ എന്ന് നോക്കാം. ചെമ്മീനും പീച്ചിങ്ങയും ഒക്കെ നല്ലതായിട്ട് വെന്തു വന്നിട്ടുണ്ട്. ഇത് വീണ്ടും നല്ലതായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് അതിലെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വറ്റുന്നിടം വരെ നമുക്കിതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും ചേർത്ത് വീണ്ടും നല്ലതായിട്ടൊന്നുകൂടെ യോജിപ്പിച്ചു കൊടുക്കാം. ചെമ്മീൻ്റെ അകത്ത് ഉപ്പുള്ളത് കാരണമാണ് നേരത്തെ ഞാൻ ഉപ്പ് ചേർക്കാതിരുന്നത്. ഇതിൽ കുറച്ചുകൂടെ ഉപ്പ് വേണം, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നു. അതിനുശേഷം ഒരു 3-4 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് തുറന്നിട്ട് വേവിച്ചെടുക്കാം. അതിലെ വെള്ളമൊക്കെ വറ്റാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം.
നമ്മുടെ പീച്ചിങ്ങയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതിനും തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു സെർവിങ് പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റിയായ പീച്ചിങ്ങ ഉണക്കച്ചെമ്മീൻ തോരൻ റെഡിയായി. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.